ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. സംസ്ഥാന കൃഷി വകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഫലവൃക്ഷത്തോട്ടം പദ്ധതിക്ക് തിരുവില്ലാമലയിൽ തുടക്കം കുറിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമായി സഹകരിച്ച് നടത്തുന്ന 2024-25 വർഷ ഫലവൃക്ഷത്തോട്ടം പദ്ധതിക്ക് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കൂടിച്ചേർന്നാണ് തുടക്കമായിട്ടുള്ളത്. ചേലക്കര MLA യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. 10% കേരളം 33% കൈവരിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് തിരക്കിടില്ലാത്തൊരു പങ്കാളിത്തം കേരളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ എല്ലാം നടത്തിയാലും ഇവിടെ കർഷകരെ സംബന്ധിച്ച് ധാരാളം പ്രയാസവും ബുദ്ധിമുട്ടുമെല്ലാം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലുമുണ്ട്. പാടത്ത് നെൽ കർഷകർക്ക് അതിൻ്റെതായ പ്രശ്നമുണ്ട്. വരുന്ന വഴിക്കെല്ലാം സോളാർ കമ്പി വേലികളെല്ലാം ഇട്ടാലും പന്നി ഒട്ടക്കിട്ട് നടക്കട്ടെ, എന്തായാലും ഞങ്ങളെ കൈകിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു പ്രശ്നം സംസ്ഥാനത്തെ പുറത്തുമുള്ള മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായി. ജില്ലാ ക്രെഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ മേരി വിജയ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ്, ആശാദേവി പഴയന്നൂർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ, കൃഷി ഓഫീസർ MC വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. കർഷകന്റെ വരുമാന വർധനവിനൊപ്പം സുരക്ഷിതമായ പഴവർഗ്ഗങ്ങളുടെ വിപണിയും ലക്ഷ്യമാക്കുന്നുണ്ട് ഈ പദ്ധതി വഴി. CCV ന്യൂസ്, തിരുവല്ലോമല.